അപ്പൊ ഇന്നത്തെ ലഞ്ച് ബോക്സ് ഒന്ന് നോക്കിയാലോ? അപ്പം പണ്ടൊക്കെ അമ്മയൊക്കെ ചോറ് കെട്ടുമ്പോ ഈ മുറത്തിനകത്ത് വെച്ച് ഇങ്ങനെ കെട്ടുമായിരുന്നു. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കി. അത് കുഞ്ഞ് ഇലയായിരുന്നു. അപ്പൊ ഒരു കവറും കൂടെ അങ്ങ് വെച്ച് ഇലയ്ക്കകത്ത് ചിലപ്പോ അത് കൊള്ളാത്തത് കൊണ്ടേ ചീനി വേവിച്ച് വെച്ചതാ. രാവിലെ ഞാൻ എണീറ്റ് ചീനിയൊക്കെ വേവിച്ച്. പക്ഷെ അവര് കൊണ്ടുപോകത്തില്ല. കൂമ്പ് തോരനും, മീൻ വറുത്തതും, ചൂര വേടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ വറുത്തതും വെച്ച് അവന് വേറെ ഒന്നും വേണ്ട. എന്നോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചേച്ചിയുണ്ട്. എന്നാ ചേച്ചി എന്നെ തന്നെ മോടെ വീഡിയോ ഞാൻ എന്നും കാണും. കറിയൊക്കെ ഒന്ന് മാറ്റി മാറ്റി വെക്കണേന്ന്. പക്ഷേ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടിയോ പയറും അങ്ങനൊക്കെ എന്തെങ്കിലും മതി. വീട്ടിലാണെങ്കിൽ നന്നായിട്ട് കഴിക്കും. പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകാൻ അങ്ങനെ വേണ്ട. അതുകൊണ്ടാ ഞാൻ വേറൊന്നും പ്രത്യേകിച്ച് വെക്കാത്തത്. ഇന്നലെ ഇച്ചിരി മീൻ പോയി മേടിച്ച ശേഷം നല്ല ചൂരയായിരുന്നു കേട്ടോ. നല്ല അലുവ കഷ്ണം പോലിരുന്ന് പീസായിട്ട്. അപ്പൊ അവന്റെ ചോറ് മാറ്റി വെച്ചിട്ട് മോക്ക് പാത്രത്തിലോട്ട് ചോറിട്ട് മറ്റേ പാത്രം ഞാനങ്ങ് മാറ്റിയേ. ഇത് പഴയ പാത്രം തന്നെ. പുതിയതൊന്നും മേടിച്ചൊന്നുമില്ല. എന്തിനാന്ന് വിചാരിച്ച് ഒരു പഴയ പാത്രം ഇരിപ്പുണ്ടല്ലോ അതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ അവക്ക് ചോറ് വെച്ച് വറുത്ത മീൻ വെച്ച് കൂമ്പ് തോരനും. നമ്മുടെയൊക്കെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് പുച്ഛമായിരുന്നു. ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോ കൂമ്പിരിക്കുന്ന കണ്ടോണ്ട് മേടിച്ചോണ്ട് വന്നതാ. നല്ല രുചിയായിരുന്നു കേട്ടോ. കൂമ്പ് തോരനും മീൻകറിയും കൂടെ ഒന്ന് കൂട്ടി നോക്കണേ, നല്ല ടേസ്റ്റാ. അപ്പൊ അതും വെച്ചിട്ട് അവക്ക് അച്ചാറ് വേണോന്ന് പറഞ്ഞപ്പോ അച്ചാർ ഒരു പാത്രത്തിലോട്ട്